ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖിൽ കുഴി. അപ്പോൾ നമ്മുടെ ധനുഷ്കോടി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സ്റ്റേ ചെയ്തത് രാമനാഥപുരത്തിൻ്റെ ഒരു ഔട്ട് സൈഡാണ്. രാമനാഥപുരത്ത് നിന്ന് കുറച്ചുകൂടി പോകുന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പാട ബ്രോസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. രാമനാഥപുരത്ത് നിന്ന് രാമേശ്വരത്തേക്ക് 49 കിലോമീറ്ററും അതുപോലെ ധനുഷ്കോടിയിലേക്ക് 68 കിലോമീറ്ററാണ് ഉള്ളത്. റോഡിന്റെ ഇരുവശങ്ങളുമായി നമുക്ക് ധാരാളം പനകൾ കാണാൻ സാധിക്കും. കേരളത്തിലേക്ക് വരുന്ന പനനങ്കൊക്കെ ഇവിടെ നിന്ന് വരുന്നതാകാം. അതുപോലെ തന്നെ രാമേശ്വരത്തിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് വിൻമിൽസ് കാണാൻ സാധിക്കും. രാമേശ്വരത്തിന് മുമ്പാണ് പാമ്പൻ പാലം സ്ഥിതി ചെയ്യുന്നത്. പാമ്പൻ പാലം എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കടൽ കാണാൻ സാധിക്കും. കടലിന്റെ സെന്ററിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. രണ്ട് സൈഡിലും കടലാണ്. പാമ്പൻ പാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. ഇവിടെ തീവണ്ടിക്ക് പോകാനുള്ള പാലവും മറ്റു വാഹനങ്ങൾക്ക് പോകാനുള്ള പാലവും ഉണ്ടെങ്കിലും മെയിനായിട്ടും നമ്മൾ പാമ്പൻ പാലം എന്ന് വിളിക്കുന്നത് തീവണ്ടി പാലത്തിനാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് വരുന്നതിന് മുമ്പ് തന്നെ തീവണ്ടി പാലം ഇവിടെ വന്നിരുന്നു. ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള പാമ്പൻ പാലം രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. 2345 മീറ്റർ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ കടൽ പാലമാണ്. കപ്പലുകൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കി പകത്തു മാറാൻ കഴിയുന്ന രീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം. പ്രധാന കരയ്ക്കും രാമേശ്വരം ഉൾപ്പെടുന്ന പാമ്പൻ ദ്വീപിനും ഇടയിലുള്ള പാക് കടലിടുക്കിനും കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. മീറ്റർ ഗേജ് തീവണ്ടികൾക്ക് മാത്രം കടന്നുപോകാൻ കഴിഞ്ഞിരുന്ന പഴയ പാലം റെയിൽവേ വിപുലീകരണത്തിന്റെ ഭാഗമായി 2007 ബ്രോഡ് ഗേജ് ആയി മാറി. പഴയ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കപ്പെട്ട പുതിയ പാലം 2025 ഏപ്രിൽ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പാമ്പൻ പാലത്തിന്റെ ചരിത്രത്തിന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാലത്തോളം തന്നെ പഴക്കമുണ്ട്. പാക് കടലിടുക്കിന് കുറുകെ പാലം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് പ്രചോദനമായത് ധനുഷ്കോടിയും ശ്രീലങ്കയുമായുള്ള സാമീപ്യമാണ്. രാമേശ്വരത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സമുദ്രത്തിലേക്ക് നീണ്ടുകിടക്കുന്ന തുരുത്താണ് ധനുഷ്കോടി. ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് കടലിലൂടെ 16 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ചരക്കുകളും മറ്റും ദക്ഷിണേന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ധനുഷ്കോടിയിലെത്തിക്കാൻ ഏക തടസ്സം പാക് കടലെടുക്കായിരുന്നു. 1914 ഫെബ്രുവരി 24 പാല നിർമ്മാണം പൂർത്തിയായി. സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനി MD ആയിരുന്ന നെവിലെ പ്രീസ്ലി ആയിരുന്നു ഉദ്ഘാടകൻ. വൈറ്റ് എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു പ്രൊജക്ട് ഓഫീസർ. കപ്പലുകൾക്ക് കടന്നു പോകേണ്ടിയിരുന്നതിനാൽ നടുഭാഗം കപ്പൽച്ചാലിന്റെ വീതിയിൽ ഇരുഭാഗങ്ങളിലേക്കുമായി ഉയർത്തി മാറ്റാവുന്ന രീതിയിലാണ് പാലം രൂപകൽപ്പന ചെയ്തത്. അന്നത്തെ സാങ്കേതിക വളർച്ച വെച്ച് നോക്കുമ്പോൾ അത്യാധുനികമായിരുന്നു ഈ ലിഫ്റ്റ്. ലണ്ടനിൽ നിർമ്മിച്ച് ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു. ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിതിയായതിനാലും പിന്നീട് പുതുക്കി പണിത കരുത്തിലും പാലം ഒരു നൂറ്റാണ്ടിലേറെ ദൃഢതയോടെ നിലകൊണ്ടു. പാമ്പൻ പാലം യാഥാർത്ഥ്യമായതോടെ ദക്ഷിണേന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള പോക്കുവരവ് ഏറെ എളുപ്പമായി. പാലം പണിയും മുമ്പ് മണ്ഡപം വരെ സർവീസ് നടത്തിയിരുന്ന ട്രെയിൻ ധനുഷ്കോടി വരെയാക്കി. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലെ തലൈമാനാറിലേക്ക് നിരവധി ചെറുകപ്പലുകൾ സർവീസ് നടത്തി. അവിടെ നിന്ന് കൊളംബോയിലേക്ക് വേറെ ട്രെയിൻ. കോയമ്പത്തൂരിൽ നിന്നും കോട്ടയത്തു നിന്നുമെല്ലാം ഒറ്റ ടിക്കറ്റിന് കൊളംബോ വരെ എത്താമായിരുന്നു. 3 ഭാഗവും കടലിനാൽ ചുറ്റപ്പെട്ട ധനുഷ്കോടിക്ക് ഒരു ആധുനിക നഗരത്തിന്റെ എല്ലാ കെട്ടുമട്ടുമായിരുന്നു അന്ന്. 1964 ഡിസംബർ 22 രാത്രിയിലുണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റ് പാമ്പൻ ദ്വീപിനെ തകർത്തെറിഞ്ഞു. ധനുഷ്കോടിയെ തകർത്തെറിഞ്ഞ കൊടുങ്കാറ്റിൽ പാമ്പൻ പാലത്തിന്റെ മുകളിലൂടെയാണ് തിരമാലകൾ ആഞ്ഞടിച്ചത്. ധനുഷ്കോടിയിലേക്ക് പോവുകയായിരുന്ന ഒരു ട്രെയിൻ ഒന്നാകെ കടലിലേക്ക് ഒലിച്ചുപോയി. ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് കണക്ക്. അന്ന് 115 യാത്രക്കാർ മരിച്ചു. ധനുഷ്കോടി പട്ടണവും റോഡും തീവണ്ടിപ്പാളവും എല്ലാം പൂർണ്ണമായി നശിച്ചു. പാമ്പൻ പാലത്തിന് കാര്യമായി കേടുപറ്റി. പാലത്തിന്റെ നടുവിൽ ലിഫ്റ്റ് ചുഴലിയിലും തകർന്നില്ല. ഈ ഭാഗം നിലനിർത്തി പിന്നീട് പുതുക്കി പണിതാണ് ഇപ്പോഴത്തെ പാലം. ദുർഘടമായ കൊങ്കൺ പാതയും ഡൽഹി മെട്രോയും പണിയാൻ നേതൃത്വം വഹിച്ച ഈ ശ്രീധരനാണ് പാമ്പൻ പാലവും പുതുക്കി പണിയാൻ നേതൃത്വം വഹിച്ചത്. 1988 റെയിൽവേ ട്രാക്കിന് സമാന്തരമായി റോഡ് പാലം വരുന്നതുവരെ ഇതായിരുന്നു രാമേശ്വരത്തുള്ളവർക്ക് വൻകരയുമായി ബന്ധപ്പെടാനുള്ള ഏക വഴി. പുതിയ ഒരു ബ്രോഡ് ഗേജ് പാലം നിർമ്മിക്കണമെങ്കിൽ 800 കോടി രൂപ ചെലവ് വേണ്ടി വരുമെന്നതിനാൽ പാമ്പൻ പാലം ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നപ്പോഴാണ് APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയാവുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പാലം പുതുക്കി പണിത് ബ്രോഡ് ഗേജ് ആക്കാൻ IIT വിദഗ്ധരുടെ സഹായത്തിൽ കഴിഞ്ഞു. 2007 പാമ്പൻ പാലം ബ്രോഡ് ഗേജായി മാറി. 24 കോടിയായിരുന്നു ചെലവ്. 2009 ചരക്ക് തീവണ്ടികൾക്ക് പോകാൻ കഴിയും വിധം ശക്തിപ്പെടുത്തി. ഇന്ന് പാമ്പൻ പാലത്തിന് 2057 മീറ്റർ നീളമുണ്ട്. 145 തൂണുകൾ, 40 അടി വീതിയുള്ള ഉരുക്ക് ഗട്ടർ. ഇത് ഇന്ത്യയിലെ ആദ്യ കാൻഡിലിവർ പാലമാണ്. ഇരുവശത്തേക്കും കത്രിക പോലെ മടക്കുകയോ വിടർത്തുകയോ ചെയ്യാവുന്ന മടക്ക കത്രിക പാലം. പാക്ക് കടലിടുക്കിലൂടെ കപ്പലുകൾ വരുമ്പോൾ പാമ്പൻ റെയിൽവേ പാലം പൂട്ടഴിച്ച് ഗേറ്റ് തുറക്കുമ്പോഴേ ഇരുവശത്തേക്കും ഉയർത്തും. അടിയിലൂടെ കപ്പലുകൾ പോകും. പോയി കഴിഞ്ഞാൽ താഴ്ത്തി വീണ്ടും ചേർത്ത് വെച്ച് ട്രെയിനുകൾ കടന്നു പോകുന്നു. 2 കിലോമീറ്ററിലേറെ നീളമുള്ള പഴയ പാലത്തിൽ കാലപ്പഴക്കം കാരണം അറ്റകുറ്റപ്പണി അസാധ്യമായ സാഹചര്യത്തിലാണ് ഈ പാലത്തിന് സമാന്തരമായി തന്നെ പുതിയ പാലം നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനിച്ചത്. റെയിൽവേ വികാസ് നിഗം ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം. പുതിയ പാമ്പൻ പാലത്തിന് 2019 നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തറക്കല്ലിട്ടത്. രാമേശ്വരം എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ കാണാൻ സാധിക്കും. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്മാരകം 2017 ജൂലൈ 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു.
മുഗൾ, ഇന്ത്യൻ വാസ്തുവിദ്യകൾ ചേർന്ന ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുന്ന 4 പ്രദർശന ഹാളുകൾ ഇതിലുണ്ട്. ചിൽഡ്രൻ സ്ക്വയർ, സയന്റിസ്റ്റ് സ്ക്വയർ, മോട്ടിവേഷൻ സ്ക്വയർ, ലെക്ചർ സ്ക്വയർ എന്നിവയാണത്. റോക്കറ്റുകൾ, മിസൈലുകൾ, 900-ലധികം ചിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ കാണിക്കുന്ന പ്രതിമകൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 2015 ജൂലൈ 27-ന് ഷില്ലോങ്ങിൽ വെച്ച് അന്തരിച്ച അദ്ദേഹത്തിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ രാമേശ്വരത്ത് സംസ്കരിച്ച സ്ഥലത്താണ് ഈ സ്മാരകം പണിതിരിക്കുന്നത്. സ്മാരകത്തിന് അകത്ത് മൊബൈൽ ഫോണുകൾ, ക്യാമറകൾ അനുവദനീയമല്ലാത്തതിനാൽ ലോക്കർ സൗകര്യം പുറമേ ഉണ്ട്. അവിടെ വെച്ചിട്ട് വേണം നമുക്ക് ഉള്ളിൽ പ്രവേശിക്കാൻ. രാമേശ്വരത്ത് നമ്മൾ നേരെ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. ധനുഷ്കോടി ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്ത് രാമേശ്വരം എന്ന ദ്വീപിന്റെ തെക്ക് കിഴക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഉപേക്ഷിക്കപ്പെട്ട പട്ടണമാണ്. രാമേശ്വരത്തിന് തെക്ക് കിഴക്കായി ശ്രീലങ്കയിലെ തലൈമാന്നാറിന് ഏകദേശം 18 മൈൽ, അതായത് 29 കിലോമീറ്റർ പടിഞ്ഞാറായി ഇത് സ്ഥിതി ചെയ്യുന്നു. 1964-ൽ രാമേശ്വരത്തുണ്ടായ അതിഭയങ്കരമായ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഈ നഗരം പൂർണ്ണമായി നശിക്കപ്പെടുകയും ഇന്നും കാര്യമായ ജനവാസമില്ലാതെ ഒരു പ്രേത നഗരമായി തുടരുകയും ചെയ്യുന്നു. തമിഴ്നാടിന്റെ കിഴക്കൻ തീരത്ത് ഏകദേശം തെക്കോട്ട് മാറി മാന്നാർ ഉൾക്കടലിലേക്ക് നീണ്ടുകിടക്കുന്ന രാമേശ്വരം ദ്വീപിന്റെ തെക്കേ അറ്റമാണിത്. ഇതിന് കിഴക്ക് ഭാഗത്ത് സമുദ്രം ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഒരു പഴയ തുറമുഖ പട്ടണമായിരുന്നു മുൻകാലത്ത് ധനുഷ്കോടി. ഇവിടെ നിന്ന് രാമേശ്വരം പട്ടണത്തിലേക്ക് 18 കിലോമീറ്റർ ദൂരമുണ്ട്. വൻകരയുമായി ഈ ദ്വീപിനെ ബന്ധിപ്പിക്കുന്നത് പാമ്പൻ പാലമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുണ്ടായിരുന്ന കപ്പൽ ഗതാഗതത്തിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു ഈ ചെറിയ തുറമുഖം. ഇന്ന് ഇവിടെ മത്സ്യബന്ധന വ്യവസായത്തിന് പേര് കേട്ടതാണ്. പുരാണ പ്രസിദ്ധമായ രാമേശ്വരവുമായുള്ള ബന്ധം മൂലം ധനുഷ്കോടിയും ഹിന്ദുക്കളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. 1964 ഡിസംബർ 22 മുതൽ 25 വരെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരത്തിലല്ലാത്ത ഒരു വലിയ മണൽത്തിട്ട പോലെ കിടന്നിരുന്ന ധനുഷ്കോടി പ്രദേശമാകെ തകർന്നടിഞ്ഞിരുന്നു. എന്നാൽ 2024 ഡിസംബർ 26-ലെ സുനാമി ധനുഷ്കോടിയെ ബാധിച്ചില്ല. വെള്ളം അല്പം ഉയർന്ന ശേഷം പിന്നിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പാമ്പൻ ദ്വീപിന്റെ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ധനുഷ്കോടിയെ പാക് കടലിടുക്കാണ് പ്രധാന കരയുമായി വേർതിരിക്കുന്നത്. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ കരമാർഗമായുള്ളതും നാമമാത്രമായുള്ളതുമായ ഏക അതിർത്തി പ്രദേശമാണിത്. ഏകദേശം 45 മീറ്റർ, അതായത് 145 അടി മാത്രം ദൈർഘ്യമുള്ളതും ലോകത്തിലെ ഏറ്റവും ചെറുതുമാണിത്. ഇത് പാക് ഉൾക്കടലിലെ ഒരു മണൽത്തിട്ടയിലാണ്. രാമേശ്വരത്തിന് ചുറ്റുമുള്ള തീരപ്രദേശം അത്യന്തം അപകട സാധ്യതയുള്ളതാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് കടൽ തീരത്തിന് ലംബമായി ഭൂമിയുടെ പുറം തോടിലെ ടെക്ടോണിക് ചലനം കാരണമായി 1948-ലും 1949-ലുമായി ധനുഷ്കോടിയുടെ തെക്കേ ഭാഗത്ത് മാന്നാർ ഉൾക്കടലിനെ അഭിമുഖീകരിക്കുന്ന ഭാഗം ഏകദേശം 5 മീറ്ററോളം, അതായത് 16 അടി മുങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് കണക്ക്. ഇതിന്റെ ഫലമായി 0.5 കിലോമീറ്റർ, അതായത് 0.31 മൈൽ വീതിയിലും വടക്കു നിന്ന് തെക്കോട്ട് 7 കിലോമീറ്ററോളം, അതായത് 4.3 മൈൽ നീളത്തിലും ഉണ്ടായിരുന്ന ഒരു ഭൂഭാഗം സമുദ്രത്തിൽ ആണ്ടുപോയിരുന്നു. 1964 ഡിസംബർ 17-ന് തെക്കൻ ആൻഡമാൻ കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളുകയും ഡിസംബർ 19-ന് അതൊരു ഉഗ്രപ്രതാപിയായ ചുഴലിക്കൊടുങ്കാറ്റായി മാറുകയും ചെയ്തു. 1964 ഡിസംബർ 21-ന് അത് പടിഞ്ഞാറേക്ക് ദിശ മാറി. ഡിസംബർ 22-ന് അത് ശ്രീലങ്കയിലെ വാവുനിയെ കടക്കുകയും 1964 ഡിസംബർ 22 മുതൽ 23 വരെ അർദ്ധരാത്രിയിൽ ധനുഷ്കോടിയിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. ആ ദിവസത്തെ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 250 കിലോമീറ്ററും തിരമാലകൾ 23 അടി ഉയരത്തിലുമായിരുന്നു. ഡിസംബർ 22-നുണ്ടായ ചുഴലിക്കാറ്റിൽ കണക്കൂട്ടിയ പ്രകാരം പട്ടണത്തിലുണ്ടായിരുന്ന ഏകദേശം 1800 പേർ മരണമടയുകയും സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനും അതിലെ 115 യാത്രക്കാർ ഉൾപ്പെടെ ഒലിച്ചു പോവുകയും ചെയ്തു. പട്ടണം മുഴുവനായി ഒറ്റപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഈ പ്രദേശം ജീവിതയോഗ്യമല്ലാത്തതിനാൽ മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഒരു ഗോസ്റ്റ് ടൗണായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2004 ഡിസംബറിലെ സുനാമിയുടെ കാലത്ത് ധനുഷ്കോടിയുടെ തീരത്തെ കടൽ 500 മീറ്ററോളം പിൻവലിയുകയും സമുദ്രത്തിലാണ്ടുപോയ പഴയ പട്ടണത്തിന്റെ ഭാഗങ്ങൾ ഏതാനും സമയത്തേക്ക് വെളിവാകുകയും ചെയ്തിരുന്നു. ജനവാസമില്ലാത്ത ഈ പ്രദേശം ഇന്നൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. തകർന്ന പള്ളി, പോസ്റ്റ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവ ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കുന്നു. ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന അരിച്ചൽ മുൻപ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ധനുഷ്കോടി എന്ന പേരിന്റെ പിന്നിലെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ധനുസിന്റെ അറ്റം എന്നാണ് ധനുഷ്കോടി എന്ന വാക്കിന്റെ അർത്ഥം. രാമൻ സേതുബന്ധനം തീർത്തത് ഇവിടെ നിന്നാണെന്നാണ് രാമായണം സൂചന നൽകുന്നത്. ഹിന്ദു പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങൾ പ്രകാരം സീതാദേവിയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തുമ്പോൾ പണി തുടങ്ങാൻ തന്റെ ധനുസ് കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നത് ധനുഷ്കോടിയുടെ തെക്കേ അറ്റമായിരുന്നു എന്ന ഐതിഹ്യം പറയുന്നു. യുദ്ധാനന്തരം തിരികെ വരുമ്പോൾ രാവണന്റെ സഹോദരനും രാമഭക്തനുമായ വിഭീഷണന്റെ അപേക്ഷ പ്രകാരം ഭാരത തീരത്തെ ലങ്കയുമായി ബന്ധിപ്പിക്കുന്ന സേതുവിന്റെ ഒരറ്റം ശ്രീരാമൻ തന്റെ ധനുസിന്റെ അറ്റം കൊണ്ട് മുറിച്ചു കളഞ്ഞു. ലങ്കയിൽ നിന്നും രാക്ഷസന്മാർ തിരികെ ഭാരതത്തിലേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു ഇതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ധനുഷ്കോടിയും രാമേശ്വരവും കണ്ട് ഞങ്ങൾ ഏകദേശം 2 മണിയോട് കൂടെ അവിടെ നിന്ന് തിരികെ പോന്നു. 4 മണിയായപ്പോഴാണ് രാമനാഥപുരം എത്തിയത്. രാമനാഥപുരം എത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ഉച്ചത്തെ ഭക്ഷണം കഴിച്ചത്. ദിണ്ടിഗലടുത്ത് കൊടൈ റോഡിലാണ് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂം കിട്ടിയത് കേട്ടോ. അത്യാവശ്യം നല്ല റൂം തന്നെയാണ്. ഞങ്ങൾ ഫ്രഷായി നേരെ ഭക്ഷണമൊക്കെ കഴിച്ച്
അന്ന് അവിടെ സ്റ്റേ ചെയ്തു. ധനുഷ്കോടി യാത്രയുടെ 2ാം ദിവസത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.